പ്രിയപ്പെട്ട വരന്മാരെ വരത്തികളെ, നമ്മൾ 40ാമത്തെ വീഡിയോയിലെത്തിയിരിക്കുന്നു. നമ്മളുടെ ഈ ചലഞ്ചിൻ്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഇവിടെ ഞാൻ വരയ്ക്കുന്നത് ഗ്രേപ്സ് ആണ്. ഈ വരയ്ക്കുന്നത് ശ്രദ്ധിക്കണം, എല്ലാ ഗ്രേപ്സും വട്ടത്തിൽ വരയ്ക്കുന്നില്ല. ചിലത് അതിൻ്റെ അടിഭാഗത്തായതുകൊണ്ട് തന്നെ പകുതി ഭാഗമോ അല്ലെങ്കിൽ വളരെ കുറച്ച് ഭാഗവും മാത്രമേ കാണൂ. അത് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ സ്കെച്ച് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. ചെറിയൊരു തണ്ടും വരയ്ക്കുന്നു. 1-2 ഇലകളും നമുക്ക് ചേർക്കാം. ഒരിക്കലും ഒരു പ്രത്യേക ഷേപ്പിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലല്ല. ചില മുന്തിരിങ്ങകൾ പുറത്തേക്ക് നീണ്ടു പോയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. നീണ്ടു പോകുക എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കുറച്ചൊന്ന് മാറി നിൽക്കുന്ന രീതിയിലാണ്. ഇവിടെ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ക്രിംസൺ റെഡാണ് എടുക്കുന്നത്. ആദ്യം തന്നെ തുടങ്ങുന്നത് ഫ്രഷ് ക്രിംസൺ റെഡിൽ നിന്നാണ്. പിന്നെ അത് ബ്ലൂവിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന, പിന്നെ ഗ്രീനിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ ചേർക്കാം. ഇതിൻ്റെ ഒരു ലൈവ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് കാണുക. വളരെ കൂടുതൽ നിറങ്ങൾ, വളരെ കൂടുതൽ, അതായത് എൻ്റെ പാറ്റേണിലുള്ള എല്ലാ നിറങ്ങളും ഉപയോഗിച്ച് ഞാനൊരു ഗ്രേപ്സിൻ്റെ ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ കാണുക. ഞാനിവിടെ മുകളിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ചേർക്കാം, താഴെ ലിങ്ക് ചേർക്കാം. ഇപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് പ്രഷ്യൻ ബ്ലൂ കൂടി ചേർത്തിരിക്കുന്നു. റെഡും പ്രഷ്യൻ ബ്ലൂവും എല്ലാം ചേർത്തിരിക്കുന്നു. പറ്റുമെങ്കിൽ ഇവിടെ ഞാൻ സംഭവിച്ചതുപോലെ അടയാളങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല, വാട്ടർ കളറല്ലേ, അങ്ങനെ അടയാളങ്ങൾ വരുന്നത് തന്നെയാണ് എൻ്റെ ചന്തം. ഔട്ട്ലൈൻ വരുന്ന, അതായത് പുറംഭാഗം വരുന്ന ഒരു ഭാഗം വളരെ കൃത്യമായി തന്നെ ഷാർപ്പായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ കുറച്ച് ക്യാമറ ഇളകുന്നെല്ലാം ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള വീഡിയോകൾ ഇങ്ങനെ ആയിരിക്കും, കുറച്ചൊന്ന് ഇളകുന്നുണ്ടാവും. ബുദ്ധിമുട്ടുണ്ടാകുന്നതിൽ സോറി. കാരണം എപ്പോഴും നമുക്ക് ഒരുപോലെ ഇത് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഓരോ ദിവസങ്ങളിൽ റെക്കോർഡ് ചെയ്യുമ്പോഴും നമ്മളുടെ ക്ലാസ്സിനെല്ലാം വേണ്ടി ക്യാമറ മാറ്റുമ്പോഴും ഉണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ട് കൊണ്ടാണ്. പതുക്കെ നമ്മൾ കുറച്ച് വെരഡിൻ ഗ്രീനോട് മിക്സ് ചെയ്ത് താഴേക്ക് ഇറങ്ങി വരുന്നു. ഇനി സാബ് ഗ്രീൻ, പെർമനന്റ് ഗ്രീൻ തുടങ്ങിയ നിറങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ പെർമനന്റ് ഗ്രീൻ ആണ് എടുത്തത്. ആദ്യം അവിടെ വരച്ചതിന് ശേഷം ആ ബ്ലൂവിലേക്ക് അതിനെ ടച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനൊന്ന് മിക്സ് ചെയ്തെടുത്ത് റെഡ്, ബ്ലൂ, ഗ്രീൻ എന്നൊരു ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഉപയോഗിക്കുന്ന രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് തന്നെ ലൈറ്റായല്ല ചെയ്യുന്നത്. ഇവിടെ ചെറിയ ബ്രഷ് എടുത്ത് വെള്ളമെടുത്ത് ഒന്ന് തുടച്ചതിന് ശേഷം, ഒന്ന് നനച്ചതിന് ശേഷം അവിടെ നിന്ന് കളർ പിക്ക് ചെയ്തെടുക്കുകയാണ്. ഒന്ന് നനച്ചു കൊടുക്കുക ആദ്യം, എന്നിട്ട് ബ്രഷ് നന്നായി തുടച്ചതിന് ശേഷം കളർ പിക്ക് ചെയ്തെടുക്കുക. ആ രീതിയാണ് ചെയ്യുന്നത്. ഇലകളെ വരയ്ക്കുന്നു. പെർമനന്റ് ഗ്രീൻ കൊണ്ട് തുടങ്ങി സാബ് ഗ്രീനിലേക്ക് പോകുന്നു. ആ ഒരു ഗ്രേപ്സിൻ്റെ സൈഡ് വരുന്ന ഭാഗം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കുറച്ചുകൂടി ബ്ലൂവും ഓറഞ്ചും എല്ലാം ചേർത്ത് ഡാർക്ക് ആക്കുന്നതിന് എഡ്ജ് വളരെ ഷാർപ്പായി ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഡാർക്ക് ഗ്രീനാണ് ചെയ്യുന്നത്. ആദ്യം പെർമനന്റ് ഗ്രീനിൽ നിന്ന് തുടങ്ങി പിന്നെ ഡാർക്കിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് നടന്നത്. വീണ്ടും പെർമനന്റ് ഗ്രീനിലേക്ക് വരുന്നു, പിന്നെ ഡാർക്കിലേക്ക് പോകുന്നു. അതേ രീതി തന്നെയാണ് ഈ ഇലയ്ക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി 10 വീഡിയോകൾ കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനലിലെ ചലഞ്ച് അവസാനിപ്പിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ വീഡിയോകളുമായി വീണ്ടും വരാം. പുതിയ ചലഞ്ചുകളെക്കുറിച്ച് ആലോചിക്കാം. തണ്ടിൻ്റെ ഭാഗം കുറച്ച് ബ്രൗണും ഗ്രീനും മിക്സ് ചെയ്ത ഒരു നിറമാണ് എടുത്തത്. വളഞ്ഞ തണ്ടാണ് വരയ്ക്കുന്നത്, അതിൻ്റെ ഞെട്ടാണ് വരയ്ക്കുന്നത്. ഒരു ഇലയ്ക്കുള്ള ഒരു ഞെട്ട് കൂടി വരച്ചു. പിന്നെ ആ ഒരു ഭാഗം കുറച്ചൊന്ന് പരത്തിയെടുക്കുന്നു. കുറച്ച് ബ്ലൂ എല്ലാം ചേർത്ത് കുറച്ചൊന്ന് പരുക്കനാക്കുകയാണ്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യണ്ട. ഇവിടെ സ്പ്രേ എല്ലാം ചെയ്യുന്നതെല്ലാം അതിന് വേണ്ടിയാണ്, ഒന്ന് പരുക്കനാക്കാൻ വേണ്ടിയാണ്, വാട്ടർ കളറിൻ്റെ ഒരു സുഖം കിട്ടാൻ വേണ്ടിയാണ്. കുറച്ച് ഗ്രീൻ എല്ലാം ആ ഒരു ഇലയുടെ മുകളിൽ ചേർക്കുന്നു, സ്പ്രേ ചെയ്യുന്നു. ഇനി അടുത്തത് കുറച്ച് റെഡ് എടുത്തും ആ ഒരു റെഡിൻ്റെ ഭാഗം കുറച്ച് പരത്തുന്നു. ഹൈപ്പർ റിയലിസ്റ്റിക് ചിത്രങ്ങൾ കണ്ട് പരിചയപ്പെട്ട പലർക്കും ഇത്തരം കാട്ടിക്കൂട്ടലുകൾ ഇഷ്ടപ്പെടില്ല. പക്ഷേ എനിക്ക് ഇത്തരം ചിത്രങ്ങളാണ് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ചെയ്യണമെന്നില്ല. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ വരയ്ക്കുക. ഇവിടെ ഓരോ ഗ്രേപ്സിൻ്റെയും ഇടയിലുള്ള ഡാർക്ക് ഭാഗം ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നു.
ബ്രഷ് ഒന്ന് വാഷ് ചെയ്ത് ഇതിനെ കുറച്ചൊന്ന് പരത്തിയെടുക്കുകയും വേണം. 2-3 ഭാഗം വരച്ചു. അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കത് പരത്തണം. അതുകൊണ്ട് തന്നെ ബ്രഷ് വാഷ് ചെയ്ത് കുറച്ചൊരു വെള്ളമെടുത്ത് അതിനൊന്ന് പരത്തിയെടുക്കുന്നു. ഉൾഭാഗത്തുള്ള ആ ഒരു ഗ്രേപ്സിനെ കുറച്ച് ഡാർക്കാക്കി വരയ്ക്കുന്നു. പുറത്തേക്കുള്ള ആ ഗ്രേപ്സുകളെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ശ്രദ്ധിച്ച് ചെയ്യുന്നു. ഇത്തരം ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഈസിയായി ചെയ്തെടുക്കാൻ കഴിയും. ആദ്യം തന്നെ നല്ല ഡാർക്കിൽ ഇതിനെ അവസാനിപ്പിക്കുന്നില്ല. ഞാൻ ആദ്യം ഡാർക്ക് ചേർത്തെങ്കിലും അതിനെ ഒന്ന് ലൈറ്റായി പരത്തിയെടുക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചേർത്തത്. അപ്പോൾ ആദ്യം തന്നെ കട്ട ഡാർക്ക് ചേർക്കാതിരിക്കുക. കുറച്ചൊന്ന് ഉരുണ്ടതായി നമുക്ക് ഈ ഗ്രേപ്സിനെ കൊണ്ടുവരണം. ഇപ്പോൾ ഒന്നാമത്തെ ലെയർ മാത്രമാണ് നമ്മൾ കഴിഞ്ഞത്. രണ്ടാമത്തെ ലെയറിലേക്ക് കടന്നിരിക്കുകയാണ്. ഓരോ ലെയറും ഉണങ്ങിയതിന് ശേഷം ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി റഫായി നമുക്ക് കാണാൻ കഴിയും. ഓരോ ലെയർ ഉണങ്ങി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു വാട്ടർ കളറിൻ്റെ ഒരു സുഖം വരുന്നത്. കുറച്ച് ക്രിംസൺ റെഡ് എടുത്ത് അതിൻ്റെ മുകളിൽ ഓരോ സ്ട്രോക്കുകളോട് ചേർക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പരന്ന് അത് വല്ലാത്തൊരു അവസ്ഥയിലെത്തി. ഇനി നമ്മളതിനെ അടുത്ത ലെയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഡാർക്കാക്കി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഷേപ്പ് എല്ലാം ക്ലിയർ ആയി വരുന്നതാണ്. താഴേക്ക് നമ്മൾ കൂടുതൽ ബ്ലൂ ആണ് ചേർക്കേണ്ടത്. റെഡിൽ നിന്ന് നമ്മൾ ബ്ലൂയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി നമ്മൾ ഗ്രീനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ രണ്ടാമത്തെ ലെയറിൽ നമ്മൾ കൊണ്ടുവരണം. ഇവിടെ ജസ്റ്റ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വെച്ചുള്ള ഒരു ഷേപ്പ് മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അടുത്ത ലെയറിലാണ് അതിനെ ഡീറ്റെയിലാക്കി കൊണ്ടുവരുന്നത്. താഴ്ഭാഗത്ത് നിൽക്കുന്ന ചില മുന്തിരിങ്ങകളെ ഡാർക്കാക്കി ചേർക്കുന്നുണ്ട്. ഇനി പതുക്കെ ഗ്രീനിലേക്ക് മാറണം. കാരണം നമ്മളുടെ ഗ്രീൻ ഭാഗത്തേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. നമ്മൾ സാബ് ഗ്രീൻ എടുത്തു. സാബ് ഗ്രീനിൻ്റെ മുകളിൽ സാബ് ഗ്രീൻ ഉപയോഗിക്കുന്ന രീതിയാണ്. ബ്ലൂവിൻ്റെ മുകളിൽ ബ്ലൂവും റെഡിൻ്റെ അവിടെ റെഡും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു രീതി പല പെയിൻറ്റിങ്ങുകളിലും ഉപയോഗിക്കാൻ കഴിയും. ഒന്നൊരു ഡാർക്കാക്കി ആ ഒരു ഡാർക്ക് ഗ്രേപ്സിനെ വരയ്ക്കുന്നു. റൗണ്ട് ഷേപ്പ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് വിട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ താഴ്ഭാഗത്തുള്ള ആ ഒരു മുന്തിരിങ്ങയെ നന്നായി നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം ഡാർക്ക് അവിടെ വന്നതുകൊണ്ടാണത്. മുകൾ ഭാഗത്ത് അത്രയും ഡാർക്ക് നമ്മൾ ചേർത്തിട്ടില്ല. അടുത്ത ലെയറിലാണ് നമ്മൾ ചേർക്കുക. ചില ഡോട്ടുകളെല്ലാം ഇട്ട് ഇതിനെ കാണിക്കുന്നു. ഇവിടെ നമ്മൾ ഹൈലൈറ്റ് വിട്ട് വേണം ശരിക്കും ചെയ്യാൻ. പക്ഷേ അത് നല്ല ടഫ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തുടക്കക്കാർക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ പലപ്പോഴും വൈറ്റ് ഉപയോഗിക്കുന്നതാണ് ലാൻഡ്സ്കേപ്പ് എല്ലാം ചെയ്യാറ്. പക്ഷേ ഇവിടെ ഞാൻ വൈറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഹൈലൈറ്റിന് വേണ്ടി. ഇലയുടെ ഭാഗം ഒരു ഡാർക്ക് ടോൺ കൊണ്ട് ഞരമ്പുകളെല്ലാം വരച്ച് അവസാനിപ്പിക്കുന്നു. ആ ഒരു മുന്തിരിങ്ങയുടെ താഴ്ഭാഗം വരുന്ന ഭാഗത്ത് ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നു. കാരണം അവിടെ ആ ഒരു മുന്തിരിങ്ങയുടെ ഷാഡോ വരുത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഷാർപ്പായ എഡ്ജുകളെല്ലാം നമ്മൾ കീപ്പ് ചെയ്യണം. ഇനി തണ്ടിൻ്റെ ഭാഗം കുറച്ച് ഡാർക്കാക്കുന്നു. അടുത്ത ലെയർ ചേർക്കുക. മൂന്നാമത്തെ ലെയറാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ആ മുന്തിരിങ്ങകൾ ഡാർക്ക് ആയ ഭാഗങ്ങൾ നമ്മൾ വരയ്ക്കുമ്പോൾ നന്നായി ഉരുണ്ടതായി നമുക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് വീണ്ടും ചെയ്തു നോക്കാം. തെറ്റിയാൽ വീണ്ടും ചെയ്യുന്നതിന് തെറ്റില്ല. നിങ്ങളുടെ ഇഷ്ടമുള്ള നിറങ്ങൾ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇതേ കളേഴ്സ് തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ഓരോ നിറത്തിൻ്റെയും ഡാർക്ക് ടോൺ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഏത് നിറവും ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ കുറച്ചുകൂടി അത് പ്രൊമനൻ്റായി ഡാർക്കായി വരുന്നത് കാണാം. ഉരുണ്ട ഗ്രേപ്സ് നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇരുണ്ട ഭാഗങ്ങളെയാണ് ചേർക്കുന്നത്. കണ്ടോ? ഇനിയും ഇപ്പോൾ നടുകിലുള്ള ഒരു ഗ്രേപ്പ് പരന്നായി തോന്നുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു 2 സ്ട്രോക്കുകൾ ഇട്ടാൽ അതിനെ ഉരുട്ടി കൊണ്ടുവരാൻ കഴിയും. കുറേ ഉരച്ചുണ്ടാക്കുന്ന രീതിയിലല്ല ഞാൻ ചെയ്യാറ്. ഇവിടെ വൈറ്റ് പോസ്റ്റർ കളർ എടുത്ത് ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് കുറച്ചൊരു ഡോട്ടുകൾ ഇടുകയാണ്. ഹൈലൈറ്റാണ്. മിനുസമുള്ളതാണല്ലോ ഗ്രേപ്സ്, അതുകൊണ്ട് തന്നെ ഹൈലൈറ്റ് ഇട്ടത്. അപ്പോൾ തുടക്കക്കാരായ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും. ഇനി കുറച്ചുകൂടി വെള്ളം ചേർത്ത വൈറ്റിനെ അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രേ ചെയ്യുകയും ചെയ്യുന്നു. അതെല്ലാം വേണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് നന്നായി തോന്നുന്നെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഇനി കുറച്ച് ബ്ലൂ എടുത്ത് അതും കുറച്ചൊന്ന് സ്പ്രേ ചെയ്യുന്നു. ഇതെല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ഞാൻ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഇത്തരം വീഡിയോകൾ. ഫുൾ ഫ്രീഡം ഉണ്ട്, നിങ്ങൾക്ക് ചെയ്തു നോക്കുക, അയച്ചു തരിക. തീർച്ചയായും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.